ഹലോ ഗായ്സ്, ഇന്നത്തെ ഞായറാഴ്ച എൻ്റെ എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ. ഇന്ന് ഞാൻ മദ്രസയിൽ പോയി വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് കവുങ്ങിൻ്റെത് അപ്പുറത്ത് വീട്ടിൽ നിന്ന് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിങ്ങനെ വെള്ളമൊക്കെ നനഞ്ഞ് മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ വെള്ളം കുടിച്ച് കിടക്കായിരുന്നു. അപ്പം ഇതിലൂടെ പോകുന്നൊരു സോമൻ ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടന് അത് കോടാലിയും കൊണ്ട് 2-3 തട്ടൊക്കെ തന്ന്. അങ്ങനെ നമുക്ക് പൊളിക്കാനൊന്നും പറ്റില്ല, പക്ഷെ അവർ 2 തട്ടൊക്കെ തരുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളത് കുത്തി നുറുക്കി ഇവിടെ അടുക്കി വെച്ചു. കുറച്ചൊക്കെ നമ്മൾ ആദ്യം അടുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഏടത്തിൻ്റെ മോനാണ്. അവൻ എന്തൊക്കെയോ കാട്ടി വീഡിയോ എടുത്തു. അത് കണ്ട് എന്തായാലും വേണ്ടില്ല, എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വീഡിയോ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനും എന്തായതോ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാനും അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവനെ അങ്ങനെ കൊത്തി നുറുക്കി വാക്കത്തി ഉപയോഗിച്ച് കുറച്ചൊക്കെ കൊത്തിപ്പൊളിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് കൊത്തിപ്പൊളിച്ചു. അങ്ങനെ കുറേയൊക്കെ അടുക്കി വെച്ച് അങ്ങനെ സെറ്റാക്കി കുറേയൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിടക്കുക കേട്ടോ. ഉണങ്ങിയിട്ടൊന്നും ഇതിങ്ങനെ കാണുമ്പോലെയല്ല കേട്ടോ, നല്ല നനവാണേ. പിന്നെ ഉണങ്ങിയിട്ടില്ല, കത്തിക്കാനൊന്നും കഴിയില്ല. നമുക്ക് കുറച്ച് അടുപ്പിൻ്റെ ചോട്ട് കൊണ്ടുപോയിട്ട് ഉണങ്ങാൻ വെച്ച് അതിൻ്റെ അടുത്ത് കെൻസൻ്റെ ഡാൻസ്. കെൻസൻ ഞാനിങ്ങനെ ഇത് ചെയ്യുന്ന കണ്ടിട്ടേ കെൻസൻ ഭയങ്കര ഡാൻസാട്ടോ. പിന്നെ ഇതാ ഇവിടെ നമ്മൾ കുറച്ച് ഇതിൻ്റെ ഫ്രണ്ട് വശം കുറച്ച് അടിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം ഒതുക്കി വെച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ കുറച്ച് ഫ്രണ്ട് വശം അടിച്ച് വരാമെന്ന് ഓർത്ത് അങ്ങനത്തെ അടിച്ച് വാരിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കെൻസനോട് ഒരു മോള് പോയിട്ട് അടിച്ച് വാരി എടുത്തിട്ട് വാ, ഇതൊന്ന് റെഡിയാക്കി എടുത്തേന്ന്. ഇങ്ങനെയൊക്കെ ചെതലൊക്കെ കയറിയിട്ടേ ചെതൽ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് അത്യാവശ്യം ചെതലൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തുണിയൊക്കെ വിരിച്ചിടുന്നത് നമ്മൾ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ ആ തുണികളൊക്കെ വിരിച്ചിട്ട് നമ്മളങ്ങനെ ഇതാവുന്നത്. കുഴപ്പമൊന്നുമില്ല, മഴ നനയുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് തെളിച്ചുണ്ടായാൽ തന്നെ നമുക്ക് വേഗം ഉണക്ക് കിട്ടും കേട്ടോ. മുറ്റമൊക്കെ ചെളിയൊക്കെ അങ്ങ് മാറുമേ. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതി ലൈറ്റായിട്ട് ഇങ്ങനെ മഴ തീർന്നിട്ടൊന്നുമില്ല, മഴ അങ്ങനെ പോയി കാണുന്നുണ്ട്. മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ അങ്ങനെ അപ്പോൾ അവൾ പേരക്ക അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു പേരക്ക മരം ഉണ്ട്, അതിൻ്റെ അന്ന് പേരക്കൊക്കെ പറിച്ച് അതൊക്കെ തിന്നണ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ അടിച്ച് വാരി കഴിഞ്ഞ് വൃത്തിയാക്കി. പിന്നെ മഴ ചാറുന്നുണ്ട്, ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം എന്ത് ചെയ്യാം, ആ മുറ്റത്തിന് ഫ്രണ്ട് വശം കൂടെ ഒന്ന് അടിച്ചിടാം. മഴ പെയ്താലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ അവർ താത്തയും മോനും കൂടെ ഇന്നലെ വന്നതാണ്. അപ്പം അങ്ങനെ അവർ വന്ന് അതിൻ്റെ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, നമ്മൾ ബാക്കിയുള്ള കുറച്ചുകൂടെ ചെയ്യാനുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് വേഗം എടുത്തിട്ടു കേട്ടോ. വേഗം അതെടുത്ത് മുറിച്ച് വേഗം ഒതുക്കി വെച്ചാൽ നമുക്ക് മഴ പെയ്യുമ്പോഴത്തേക്ക് അത് റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വേഗം തന്നെ എന്താക്കി അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ അവൻ ഈ കവുങ്ങുന്തോട്ടം ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞാൽ അവൻ കവുങ്ങുന്തോട്ടത്തിൽ വീഡിയോ എടുക്കുക കേട്ടോ. ഫുള്ള് കവുങ്ങുന്തോട്ടം വീഡിയോ എടുക്കുക, നല്ല രസമുണ്ട് കഥ കാണാനെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇതാ രണ്ടും കൂടെ അവിടെ ഫൈറ്റാണേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടും കൂടെ ഫൈറ്റായി. എന്താ പിന്നെ എൻ്റെ മെഷീനാണ് കേട്ടോ, അത് ചെടിയിൽ കൊണ്ടിട്ട് വയ്ക്കാം ഗൈസ്. എന്ത് ചെയ്യാനും നമുക്ക് അകത്തേക്ക് കിടന്നിടാൻ പറ്റിയില്ല. പക്ഷെ അതിപ്പോൾ ചെടിയിലങ്ങ് അവിടെ ചെടി എന്ന് പറഞ്ഞാൽ അതിൽ താഴ്ന്നു പോയേക്കാണ്. ഒന്നും പറയണ്ട ഗായ്സ്, ഇനി അതൊക്കെ നന്നാക്കി എടുക്കണം. അങ്ങനെ ഇതാ നമ്മൾ ആ പണി കഴിഞ്ഞു. അങ്ങനെ പതുക്കെ നമ്മൾ മഴ ചാറുന്നിരുന്ന അകത്തേക്ക് കയറാൻ ഇനി കുറച്ചുകൂടെ വെട്ടാനുണ്ട്, കുറച്ച് കഴിഞ്ഞ് വെട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി പോവാട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം കേട്ടോ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.